Good morning all. Welcome to my class. Hope you are doing well. So, we last class discuss the problems okay, fine. Then I will model okay, look at this. Concept inverse operations. Addition, subtraction, subtraction, addition. So, addition and subtraction are inverse operations. Similarly, multiplication and division are inverse operation. Multiplication, division, division, multiplication. So, multiplication and division are inverse operations. This is related to problems we class discuss. Okay. Then, homework question okay, I have a question answer. Okay. So, we have a problem. Flashcard question. Question half of a number added to the number gives 111. What is the number? Question number കിട്ടി 111 കിട്ടി അങ്ങനെയാണെങ്കിൽ ആ നമ്പർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഒരു നമ്പറും അതിന്റെ പകുതിയും കൂടി കൂട്ടി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാനൊരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. നിങ്ങളുടെ കയ്യിൽ ഒരു മാങ്ങയുണ്ടെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് അതിനോടൊപ്പം ഒരു പകുതി മാങ്ങ കൂടി കിട്ടി. സോ നിങ്ങൾ അതിനെ എങ്ങനെ പറയും? നിങ്ങളുടെ കയ്യിൽ എത്ര മാങ്ങയുണ്ടെന്ന് പറയും? എത്ര പറയും? ഒന്നര മാങ്ങയുണ്ടെന്ന് പറയില്ല. ഒരു മാങ്ങയും പിന്നെ അതിന്റെ പകുതി, അപ്പൊ ഒന്നര മാങ്ങ എന്റെ കയ്യിലുണ്ടെന്ന് പറയും. ഓക്കെ, സോ ഇങ്ങനെ ആലോചിച്ച് നോക്കി, ഒരു നമ്പറും നമ്പറിന്റെ ഹാഫും കൂടി ആഡ് ചെയ്തു എന്ന് പറഞ്ഞേ. സോ നമുക്ക് ഒന്നര 1.5 എന്ന് പറയാം അല്ലെ. എന്താണ് ക്വസ്റ്റ്യന്റെ അർത്ഥം? എന്താണപ്പോ 111 എന്ന് പറയുന്നത് ഒരു നമ്പറിന്റെ ഒന്നര മടങ്ങാണ്. അതായത് 111 is 1.5 times of a number. ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഇവിടെ 1.5 അതായത് 1/2 എന്ന് പറയുന്നത് മിക്സഡ് ഫ്രാക്ഷൻ ആണല്ലേ. സോ നമുക്ക് പ്രോബ്ലം എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി മിക്സഡ് ഫ്രാക്ഷനെ ഫ്രാക്ഷൻ ആക്കി മാറ്റി എഴുതാം. സോ 1/2 നമുക്ക് എന്ത് എഴുതാം? ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ. എങ്ങനെ എഴുതാം? 1/2 അതിനെ ഫ്രാക്ഷൻ ആക്കുമ്പോൾ എന്താവും? എന്ത് ചെയ്യണം? 1 into 2 plus 1 ചെയ്യണം അല്ലേ. സോ 1 into 2 plus 1 എത്രയാ? 1 into 2 2 plus 1 3. സോ ന്യൂമറേറ്ററിൽ 3 വരും, ഡിനോമിനേറ്ററിൽ എന്ത് വരും? ഈ സെയിം നമ്പർ തന്നെ വരും അല്ലേ. അപ്പൊ 3/2 എന്ന് എഴുതാം. മനസ്സിലായോ നിങ്ങൾക്ക്? സോ 1/2 ഞാൻ 3/2 എഴുതി. ഓക്കെ, സോ ഒരു ഫ്രാക്ഷൻ ആയി. ഓക്കെ, സോ നമ്മളിവിടെ 1/2 3/2 എന്ന് എഴുതി. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെ മാറ്റി പറയാം നമുക്ക്? നമ്മൾ പറഞ്ഞു 111 എന്ന് പറയുന്നത് ഒരു നമ്പറിന്റെ 1.5 ടൈംസ് ആണ് അല്ലെ. സോ ഇവിടെ 1.5നെ 3/2 എഴുതിയിട്ട് നമുക്ക് എന്ത് പറയാം? ഒരു നമ്പറിന്റെ 3/2 ടൈംസ് ആണ് 111 എന്ന് പറയാം. പറഞ്ഞൂടെ അങ്ങനെ? ഓക്കെ, മനസ്സിലായില്ലേ? സോ നമുക്ക് എങ്ങനെ എഴുതാം? 3/2 ടൈംസ് ഓഫ് എ നമ്പർ ഇസ് ഈക്വൽ ടു 111 എഴുതാം അല്ലെ. ഓക്കെ, 3/2 times of a number is equal to 111. എഴുതിക്കൂടെ? ഓക്കെ, ഇനി നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ചെയ്തിരിക്കുന്ന ഓപ്പറേഷൻ ഏതാ നോക്കണം അല്ലേ. ഇവിടെ ചെയ്തിരിക്കുന്ന ഓപ്പറേഷൻ ഏതാ? എന്താ? 3/2 ടൈംസ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അതായത് 3 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്, 2 വെച്ച് ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. രണ്ട് ഓപ്പറേഷൻ ഒരുമിച്ച് ചെയ്തിരിക്കുകയാണല്ലേ. 3/2 നേരത്തതല്ലേ. 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു, 2 വെച്ച് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. സോ നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ച് ചെയ്യണം, ഇൻവേഴ്സ് ഓപ്പറേഷൻ ചെയ്യണം. 3 വെച്ച് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 3 വെച്ച് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, 2 വെച്ച് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ തിരിച്ചു ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം.
മനസ്സിലായോ? നമുക്ക് എന്ത് എഴുതാം അപ്പോ? നമ്പർ is equal to 111 റൈറ്റ് ഹാൻഡ് സൈഡിലുണ്ട്, അതങ്ങനെ എഴുതി. ഇവിടെ എന്താ 2 വെച്ച് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഇൻറ്റു 2 എഴുതി. ഇവിടെ എന്താ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയായിരുന്നു. സോ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുമ്പോൾ 3 വെച്ച് ഡിവൈഡ് ചെയ്യണം. ഇങ്ങനെയല്ലേ ചെയ്യാം? എന്തോരും ആൻസർ? 222 divided by 3 എത്ര വരാ? 74. 74 അല്ലേ വരെ ആൻസർ ചെയ്യുമ്പോൾ? ഡിവിഷൻ എല്ലാവർക്കും അറിയാം അല്ലെ? ഓക്കെ. സോ നമുക്ക് ആൻസർ എന്ത് കിട്ടി? നമ്പർ എന്താന്ന് കിട്ടി? 74 ആണ് കിട്ടി. മനസ്സിലായോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വേറെ മെത്തേഡ് കൂടി പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? എന്തായിരുന്നു? ഫിഗർ വെച്ച് റെപ്രസെന്റ് ചെയ്ത്, അതായത് സർക്കിൾസ് ഒക്കെ വെച്ച് റെപ്രസെന്റ് ചെയ്ത് ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു മെത്തേഡിൽ കൂടെ നമുക്ക് ചെയ്തു നോക്കിയാലോ? ഓക്കെ. സോ അതിന് വേണ്ടി എന്ത് ചെയ്യണം? ഫസ്റ്റ് തന്നെ 3 സർക്കിൾ വെച്ച് ഞാൻ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തു. നമ്മുടെ ഫൈനൽ ആൻസർ എത്ര? 111. ഞാൻ മൂന്നാമത്തെ സർക്കിളിൽ എഴുതി. ഓക്കെ. സോ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 3/2 ടൈംസ് ഓഫ് എ നമ്പർ ആണ് 111 എന്ന് പറയുന്നത്. ഓക്കെ. സോ 3/2 ടൈംസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആദ്യം എന്ത് ചെയ്തിരിക്കുന്ന അൺനോൺ നമ്പർ ആണ്, നമുക്ക് അറിയില്ല. അതിന് ഫസ്റ്റ് എന്ത് ചെയ്യണം? 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ദെൻ എന്ത് ചെയ്യണം? 2 വെച്ച് ഡിവൈഡ് ചെയ്യണം. ഇതെന്താ ഓപ്പറേഷൻ അല്ല ചെയ്തിരിക്കുന്നത്? അതിന് തിരിച്ചു ചെയ്യുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഇവിടെ ഡിവൈഡഡ് ബൈ 2 ആയിരുന്നു, അത് തിരിച്ചെഴുതും. എന്താവും? ഡിവിഷൻ എന്തായിട്ട് മാറും? മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. സോ ഇൻറ്റു 2 ആണ് ഇവിടുത്തെ ആൻസർ. സോ 111 ഇൻറ്റു 2 എത്രയാ? 222. കറക്റ്റ് അല്ലേ? സോ അതുപോലെ ഇവിടെ തിരിച്ചു ചെയ്യുമ്പോൾ എന്ത് വരും? അവിടെ ഇൻറ്റു 3 ആണ് ചെയ്തിരിക്കുന്നത്. സോ ഞാനിതിനെ തിരിച്ചു ചെയ്യാൻ പോവാണ്. സോ ഇൻറ്റു 3 എന്തായിട്ട് മാറും? ഡിവൈഡഡ് ബൈ 3 ആവും അല്ലേ? സോ 222 ഡിവൈഡഡ് ബൈ 3 എത്ര ആൻസർ വരാം? എത്രയാണ്? ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 74 കിട്ടും. സോ നമ്മുടെ നമ്പർ എത്രയാ? therefore number is equal to 74. ഓക്കെ. രണ്ട് മെത്തേഡിൽ കൂടെ ചെയ്തപ്പോൾ നമുക്ക് 74 തന്നെയാണ് ആൻസർ കിട്ടിയത് അല്ലേ? സോ നിങ്ങൾക്ക് എളുപ്പമുള്ള മെത്തേഡ് ഏതാണോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാം കേട്ടോ. ഓക്കെ. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോയാലോ? ഈ ഒരു പിക്ചർ നോക്കി. ഇതിൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഒരു റെക്ടാങ്കിൾ തന്നിട്ടുണ്ട്. അതിന്റെ പെരിമീറ്റർ 25 മീറ്റർ ആണ് പറഞ്ഞിട്ടുണ്ട്. ഒരു സൈഡിന്റെ ലെങ്ത് 5 മീറ്റർ ആണ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ഹൗ മെനി മീറ്റേഴ്സ് ഈസ് ദി അതർ സൈഡ്? നമുക്കറിയാം ഒരു റെക്ടാങ്കിൾ ആകുമ്പോൾ അതിന്റെ ലെങ്ത് ഉണ്ടാവും, ബ്രെഡ്ത്ത് ഉണ്ടാവും. സോ ഒരു വശത്തിന്റെ അളവ് നമുക്ക് 5 മീറ്റർ ആണ് തന്നിട്ടുണ്ട്, പെരിമീറ്ററും തന്നിട്ടുണ്ട്. നമുക്ക് മറ്റു വശത്തിന്റെ അളവ് എത്രയാണ് കണ്ടുപിടിക്കുന്നത്. ക്വസ്റ്റ്യൻ അർത്ഥം മനസ്സിലായോ എല്ലാവർക്കും? ഈ ക്വസ്റ്റ്യൻ നമുക്ക് തന്നെ ചെയ്യാമോ? നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ആയിട്ട് ഈ ഒരു മോഡൽ ചെയ്യണം. സോ ഈ ക്വസ്റ്റ്യന്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലായില്ലേ? തന്നെ ഒന്ന് ചെയ്തു നോക്കി എല്ലാവരും. അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ. എല്ലാവർക്കും ഉത്തരം കിട്ടിയോ? നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലെ? ഓക്കെ. സോ ഇതിൽ പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ ആണ് ഇത് 25 മീറ്റർ എന്ന് തന്നിരിക്കുന്നത്. ഓക്കെ. പെരിമീറ്റർ റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ കാണാൻ ഇക്വേഷൻ എല്ലാവർക്കും അറിയില്ലേ? എന്താണ്? 2 into L plus B. അപ്പൊ 2 into L plus B അല്ലേ നമുക്ക് 25 മീറ്റർ എന്ന് തന്നിരിക്കുന്നത് ആണല്ലേ? ഓക്കെ. നമുക്ക് അപ്പോ 2 into L plus B is equal to 25 മീറ്റർ എന്ന് എഴുതാലോ? ഓക്കെ. സോ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് അത് എഴുതാം. 2 into L plus B is equal to 25 meter. സംശയം ഇത് തന്നെയാണെന്ന് നമുക്കറിയാം. പെരിമീറ്ററിന്റെ ഇക്വേഷൻ 2 into L plus B ആണെന്ന് നമുക്കറിയാം. പെരിമീറ്റർ എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ തന്നെ? 25 മീറ്റർ തന്നിട്ടുണ്ട്.
ഇക്വേഷനിൽ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് എഴുതി നോക്കാം അല്ലെ. അപ്പൊ എന്ത് വരും? എന്ത് വരും? 2l plus 2b is equal to 25. ഇങ്ങനെ നമുക്ക് 2നെ l വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, 2നെ b വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, ആഡ് ചെയ്ത് ഈക്വൽ ടു 25 എന്ന് എഴുതി. സംശയം എല്ലാവർക്കും? ഓക്കെ. ഇനി നമുക്ക് എന്താ പറയാ, ഇതില് ഒരു പെരിമീറ്റർ മാത്രമല്ല ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് അല്ലെ. ഒരു സൈഡിന്റെ ലെങ്ത് പറഞ്ഞിട്ടുണ്ട്. ലെങ്ത് ആണോ ബ്രെഡ്ത്ത് ആണോ അവർ പറഞ്ഞില്ല. ഒരു സൈഡിന്റെ ലെങ്ത് 5 മീറ്റർ ആണ് അവർ പറഞ്ഞത്. സോ നമുക്ക് ലെങ്ത് ആയിട്ട് എടുക്കാൻ വേണമെങ്കിൽ ബ്രെഡ്ത്ത് ആയിട്ട് എടുക്കാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഓക്കെ. സോ ഞാനിവിടെ ലെങ്ത് ആയിട്ട് എടുക്കാണ്. അവർ തന്നിരിക്കണം 5 മീറ്റർ എന്ന് പറഞ്ഞ വാല്യൂ. ഓക്കെ. സോ എനിക്ക് ഇവിടെ ലെങ്ത്തിന്റെ പ്ലേസിൽ എന്ത് കൊടുക്കാം? 5 കൊടുക്കാം അല്ലെ. എന്ത് വരും? 2 into 5 plus 2b is equal to 25. ഇങ്ങനെ എനിക്ക് കൂടെ എല്ലിന്റെ പ്ലേസിൽ ഞാൻ 5 കൊടുത്തു. സോ 2 into 5 എത്ര വരും? 10. 10 plus 2b is equal to 25. നമുക്കറിയാം എങ്ങനെ സോൾവ് ചെയ്യുന്നത്. കാരണം എന്താ? റിസൾട്ട് അറിയാം, ഓപ്പറേഷൻ തന്നിട്ടുണ്ട്, അൺനോൺ വാല്യൂ കണ്ടുപിടിക്കണം. 2b അൺനോൺ വാല്യൂ കണ്ടുപിടിക്കണം. സോ നമ്മൾ എന്ത് ചെയ്യണം? അഡീഷണൽ ഓപ്പറേഷൻ എന്തായിട്ട് മാറും? സബ്ട്രാക്ഷൻ ആയിട്ട് മാറും. ഓക്കെ. സോ 2b is equal to 25 minus 10 അല്ലേ. 25 minus 10 എത്രയാ? 15. കറക്റ്റ് അല്ലേ? ഓക്കെ. സോ നമുക്ക് എന്ത് കിട്ടി? 2b is equal to 15 എന്ന് കിട്ടി. ഇതിന് b കണ്ടുപിടിക്കാലോ. b കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇവിടെ into 2 ആണല്ലോ ചെയ്തിരിക്കുന്നത്. സോ അൺനോൺ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് മൾട്ടിപ്ലിക്കേഷൻ ഉള്ള ഓപ്പറേഷൻ എന്തായിട്ട് മാറ്റണം? ഡിവിഷൻ ആക്കി മാറ്റണം. സോ b is equal to 15. എന്തുവരും? 2 into ആണ് ചെയ്തത്. റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ 2 ആവും. സോ b യുടെ വാല്യൂ കിട്ടി. എന്താ? 15 divided by 2. Therefore, other side is equal to എത്ര മീറ്റർ ആണ് കിട്ടിയേ? 15 divided by 2 meter. ഓക്കെ. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ. സോ നമ്മള് ഒരു സൈഡ് 5 മീറ്റർ ആണ് തന്നിട്ടുണ്ടായിരുന്നു, മറ്റേ സൈഡ് 15 divided by 2 മീറ്റർ ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ. എല്ലാവർക്കും ഈ ഉത്തരം തന്നെയാണ് കിട്ടിയത് ആണല്ലേ. നമുക്ക് ഇതൊന്ന് വെരിഫൈ ചെയ്ത് നോക്കിയാലോ. നമുക്ക് കിട്ടിയ ഉത്തരം ശരിയാണോ നോക്കണ്ടേ. ഇതെങ്ങനെ വെരിഫൈ ചെയ്യാം? എങ്ങനെ വെരിഫൈ ചെയ്യാം? നമ്മുടെ ഇക്വേഷനിൽ നമുക്ക് കിട്ടിക്കുന്ന വാല്യൂ ഇട്ട് കൊടുത്ത് നോക്കിയാൽ മതി അല്ലേ. സോ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? 2 into l plus b is equal to 25 ആയിരുന്നു. l എത്രയായിരുന്നു നമ്മൾ എടുത്തത്? 5. ഫസ്റ്റില് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ബ്രെഡ്ത്ത് നമുക്ക് എത്രയാണ് കിട്ടിയപ്പോ? 15 divided 2 ആണ് കിട്ടി. is equal to 25. ഈ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എന്ത് വരും? ബ്രാക്കറ്റിന്റെ ഉള്ളിൽ 2 into 5 into 2 10. 10 plus 15 divided by 2 എന്ന് എഴുതാം. So again എന്ത് വരും? 10 plus 15 എത്രയാ? 25 divided by 2 is equal to 25 എന്ന് വന്നു. 2 2 cancel ചെയ്ത് പോയി. 25 is equal to 25 എന്ന് കിട്ടി. സോ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആയിട്ട് കിട്ടി. സോ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന വാല്യൂ ശരിയാണ്, ആൻസർ കറക്റ്റ് ആണ്. ഓക്കെ. സോ നമുക്കിനി കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. ഓക്കെ. സോ ഈ ഫ്ലാഷ് കാർഡിന്റെ ക്വസ്റ്റൻ എല്ലാവരും വായിച്ചു നോക്കി. ക്വസ്റ്റൻ എന്താ പറയുന്നത്? A child asked a flock of birds, how many are you? A bird replied, we and us again with half of us and half of that with one more would make 100. Then question എന്താ? how many birds are there? ഇതൊരു ബേർഡ് പ്രോബ്ലം ആണല്ലേ.
ക്വസ്റ്റ്യൻ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായ? എന്താ പറയുന്നത്? ഒരു കുട്ടി ഒരു കൂട്ടം പക്ഷികളോട് ചോദിക്കുകയാണ്, ഹൗ മെനി ആർ യു? നിങ്ങൾ എത്ര പേരുണ്ടെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ ബേർഡ് കുറച്ച് ട്രിക്കി ആയിട്ടാണ് തിരിച്ച് ആൻസർ പറഞ്ഞത്, കുറച്ച് കുസൃതിയായിട്ട്. എന്താ പറഞ്ഞത്? വി ആൻഡ് അസ് അഗെയിൻ, അതായത് ഞങ്ങൾ ഞങ്ങളോടൊപ്പം. അതായത് വി ആൻഡ് അസ് അഗെയിൻ, ഞങ്ങളുടെ എണ്ണം അതിന് 2 മടങ്ങായിട്ട് എടുത്തല്ലേ, 2 ടൈംസ് ചെയ്തു എന്ന് പറയാം അല്ലെ. വി ആൻഡ് അസ് അഗെയിൻ, ഞങ്ങളും ഞങ്ങളോളവും. വിത്ത് ഹാഫ് ഓഫ് അസ്, പിന്നെ ഞങ്ങളുടെ പകുതിയും. ആൻഡ് ഹാഫ് ഓഫ് ദാറ്റ്, അതിന്റെ പകുതിയും. പിന്നെ അതിന്റെ കൂടെ എന്ത് ചെയ്യണം? വിത്ത് വണ്ണും കൂടി ആഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ വുഡ് മേക്ക് ഇറ്റ് 100. അങ്ങനെയാണെങ്കിൽ 100 കിട്ടും. സോ ഇതിൽ നമ്മൾ എത്ര ബേർഡ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായത് നിങ്ങൾക്ക്? എങ്ങനെ കണ്ടുപിടിക്കാം? ആർക്കെങ്കിലും ഐഡിയ കിട്ടാം? സോ നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ നമുക്കൊന്ന് എഴുതി നോക്കാം അല്ലെ. എന്താ പറയുന്ന ഫസ്റ്റ് സെന്റൻസ്? വി ആൻഡ് അസ് അഗെയിൻ, അതായത് ബേർഡ്സിന്റെ എണ്ണം. വി എന്ന് പറഞ്ഞാൽ ബേർഡ് പറയാതെ ഞങ്ങളുടെ എണ്ണം. വി ആൻഡ് അസ് അഗെയിൻ, ഞങ്ങളും ഞങ്ങളുടെ എണ്ണം. വീണ്ടും കൂട്ടാണ് അല്ലെ. അതായത് 2 പ്രാവശ്യം എടുക്കാനാണ്, 2 ടൈംസ്. അതായത് 2 പ്രാവശ്യം അവരുടെ എണ്ണം കൂട്ടുന്നുണ്ട്. സോ നമുക്ക് അത് എങ്ങനെ എഴുതാം? നമ്പർ ഓഫ് ബേർഡ്സ് പ്ലസ് നമ്പർ ഓഫ് ബേർഡ്സ്. ഇങ്ങനെ എഴുതിക്കൂടെ? വി ആൻഡ് അസ് അഗെയിൻ, ഞങ്ങളും ഞങ്ങളോളവും. അതായത് 2 ടൈംസ് അവിടെ കൂട്ടാം. ഓക്കെ, വി ആൻഡ് അസ് അഗെയിൻ. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ആൻഡ് വിത്ത് ഹാഫ് ഓഫ് അസ്, വിത്ത് ഹാഫ് ഓഫ് അസ്, അതായത് അവരുടെ പകുതി. എന്താ പറയാ? നമ്പർ ഓഫ് ബേർഡ്സ് ഡിവൈഡഡ് ബൈ 2. പകുതി എന്ന് പറഞ്ഞാൽ ഹാഫ് എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ 2. സോ പ്ലസ് നമ്പർ ഓഫ് ബേർഡ്സ് ഡിവൈഡഡ് ബൈ 2. മനസ്സിലായ? ഫസ്റ്റ് എന്താ പറഞ്ഞേ? വി ആൻഡ് അസ് അഗെയിൻ, നമ്പർ ഓഫ് ബേർഡ്സ് പ്ലസ് നമ്പർ ഓഫ് ബേർഡ്സ് 2 പ്രാവശ്യം ആഡ് ചെയ്തു. പിന്നെന്താ? വിത്ത് ഹാഫ് ഓഫ് അസ്, അവരുടെ പകുതി, നമ്പർ ഓഫ് ബേർഡ്സിന്റെ പകുതി. പിന്നെന്താ? ആൻഡ് ഹാഫ് ഓഫ് ദാറ്റ്, അതായത് ഇതാണ് നമുക്ക് കിട്ടിക്കണം അല്ലെ. നമ്പർ ഓഫ് ബേർഡ്സ് ബൈ 2 ആണ് കിട്ടിക്കണം. അതിന്റെ പകുതി വീണ്ടും എടുക്കാൻ പറഞ്ഞത്. ആൻഡ് ഹാഫ് ഓഫ് ദാറ്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, സോ ഇതിന്റെ പകുതി വീണ്ടും എടുക്കണം. സോ 1/2 പകുതി എത്രയാ? ഒരു പകുതി ഭാഗം. അതിന്റെ പകുതി എത്രയാ? 1/4, 1/4 ഭാഗം എന്ന് പറയില്ല, അരഭാഗം. അതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ 1/4 ഭാഗം നമ്മൾ പറയൂ അല്ലെ. ഓക്കെ, സോ നമ്പർ ഓഫ് ബേർഡ്സ് ബൈ 2 ഹാഫ് എടുത്ത് എന്ത് കിട്ടും? നമ്പർ ഓഫ് ബേർഡ്സ് ഡിവൈഡഡ് ബൈ 4. ഓക്കെ, പ്ലസ് നമ്പർ ഓഫ് ബേർഡ്സ് ബൈ 4. മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് ഇതിന്റെ പകുതി എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ 1/2 പകുതി എത്ര? 1/4. സെയിം റൂളാണ് ഇവിടെ അപ്ലൈ. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്? വിത്ത് 1 മോർ കൂടി പറഞ്ഞിട്ടില്ല. 1 മോർ എന്ന് പറയുമ്പോൾ 1 ആഡ് ചെയ്യണം. സോ പ്ലസ് 1 എത്രയാണെന്ന് പറഞ്ഞാൽ ഇത്രയും ചെയ്ത വുഡ് മേക്ക് ഇറ്റ് 100. വുഡ് മേക്ക് 100. ഇത്രയും ചെയ്താൽ 100 കിട്ടുന്ന പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? നമ്പർ ഓഫ് ബേർഡ്സ് പ്ലസ് നമ്പർ ഓഫ് ബേർഡ്സ് പ്ലസ് നമ്പർ ഓഫ് ബേർഡ്സ് ഡിവൈഡഡ് ബൈ 2 പ്ലസ് നമ്പർ ഓഫ് ബേർഡ്സ് ഡിവൈഡഡ് ബൈ 4 പ്ലസ് 1 is equal to 100. സോ നമ്മൾ ആ സെന്റൻസിന് ഇങ്ങനെ ഒരു മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, സോ ഇത് നമുക്ക് നമ്പർ ഓഫ് ബേർഡ്സ് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിനെ കുറച്ചും കൂടി ചെറുതാക്കാൻ പോവാം. ഇവിടെ +1, ഈ ഒരു ഇതിനോട് +1 കൂടി ചെയ്തപ്പോഴാണ് 100 ആയത്. സോ +1 ചെയ്തില്ലെങ്കിൽ എത്രയാവും? +1 ചെയ്തില്ലെങ്കിൽ 100 - 1 99 ആവും അല്ലേ. സോ നമുക്ക് എങ്ങനെ എഴുതാൻ ഇതിനെ? നമ്പർ ഓഫ് ബേർഡ്സ് പ്ലസ് നമ്പർ ഓഫ് ബേർഡ്സ് പ്ലസ് നമ്പർ ഓഫ് ബേർഡ്സ് divided by 2 plus number of birds divided by 4 is equal to 99 എഴുതാല്ലേ. 100 - 1 ചെയ്തു, നമുക്ക് ഇതിനെ മാത്രം 99 കിട്ടി.
ഓക്കെ, ഇത്ര മനസ്സിലായോ? ഒന്നും ചെയ്തില്ല അല്ലെ? ഈ പ്ലസ് വണ്ണിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി. സോ പ്ലസ് എന്തായി? മൈനസ് ആയി. ഓക്കെ, സോ 99 കിട്ടി. പിന്നെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതിൽ എല്ലാത്തിലും നമ്പർ ഓഫ് വേർഡ്സ് കോമൺ ആണല്ലേ. സോ ഞാൻ അതിനെ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്തു. നമ്പർ ഓഫ് വേർഡ്സ് കോമൺ ആയിട്ട് ഔട്ട് സൈഡ്. ഓക്കെ, ബാക്കി ഇവിടെ നിന്ന് ഇവിടെ നമ്പർ ഓഫ് വേർഡ്സ് ഞാൻ എടുത്തു. ബാക്കി അവിടെ 1. ഇവിടെയോ അഗെയിൻ 1. ഇവിടെ എന്തെങ്കിലും നമ്പർ ഓഫ് വേർഡ്സ് എടുത്താൽ തിരിച്ച് ബാക്കി അവിടെ 1/2 ഉണ്ട്. ഇവിടെയോ 1/4 ഉണ്ട്. ഈക്വൽ ടു 99 ഏതാല്ലേ? ഇതെങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നു മനസ്സിലായ? നമ്പർ ഓഫ് വേർഡ്സ് എന്തെങ്കിലും കോമൺ ആയിട്ടാണ് കിടക്കുന്നത്. സോ ഞാൻ അതിനെ പുറത്തേക്ക് എടുത്തു. ഇത് തിരിച്ച് ഇൻറ്റു ചെയ്ത് നോക്കി. ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. നമ്പർ ഓഫ് വേർഡ്സ് പ്ലസ് number of birds plus number of birds divided by 2 plus number of birds divided by 4. ഇതാണ് നമുക്ക് കിട്ടും. സോ അതിനെ ചെറുതാക്കി ഇങ്ങനെ കിട്ടി. ഓക്കെ, സോ ഇത് നമുക്ക് ബ്രാക്കറ്റ് ഉള്ളിൽ കിടക്കുന്ന ഓപ്പറേഷൻ ചെയ്യാലോ. പ്ലസ് ആണല്ലേ, നമുക്ക് ചെയ്തു നോക്കാം. എന്ത് വരും? ഇതങ്ങനെ തന്നെ നമ്പർ ഓഫ് ബേർഡ്സ് ഇൻറ്റു 1 + 1 2. ഇതെങ്ങനെ ചെയ്യാം? ഡിനോമിനേറ്റർ സെയിം ആക്കാലോ നമുക്ക്. സോ ഇവിടെ ഇൻറ്റു 2 ചെയ്യാം, ഇവിടെയും ഇൻറ്റു 2 ചെയ്യാം. സോ അതെന്തായി? 2 + 1/4 ആയില്ലേ? ഡിനോമിനേറ്റർ രണ്ടിന്റെയും 4 ആയി. സോ ന്യൂമറേറ്റർ മാത്രം നമ്മൾ ആഡ് ചെയ്തു. 2 + 1/4 എഴുതി. ഈക്വൽ ടു 99 വരും. അത് എത്ര വരാം? നമ്പർ ഓഫ് ബേർഡ്സ് ഇൻറ്റു 2 + 1 എത്രയാ? 3/4 ഈക്വൽ ടു 99. ഇത് ചെയ്യുമ്പോൾ എത്ര വരാം? നമ്പർ ഓഫ് ബേർഡ്സ് ഇൻറ്റു 4 × 2 8. 8 + 3 11 divided by 4 equal to 99. കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ, മനസ്സിലാവില്ലേ? എന്താ ചെയ്തേ? ഇതിലെ ഡിനോമിനേറ്റർ സെയിം ആക്കി ഞാൻ ആഡ് ചെയ്ത് എഴുതി. അപ്പൊ 3/4 വന്നൂടെ. 2 + 3/4 ആയി. പിന്നെന്താ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? 4 × 2 8. 8 + 3 11 divided by 4 equal to 99. സോ നമുക്ക് നമ്മുടെ സോൾവ് ചെയ്യാൻ നമുക്കറിയാലോ. ഇത് നമ്മുടെ സെയിം മുമ്പത്തെ പ്രോബ്ലം പോലെ എഴുതി. ഇത് നമ്പർ ഓഫ് വേർഡ്സ് കണ്ടുപിടിക്കാലോ. അങ്ങനെ കണ്ടുപിടിക്കാം. ഇവിടെ 99 കിടക്കുന്നുണ്ട്. ഇവിടെ ഡിവൈഡഡ് ബൈ 4 ആണല്ലോ ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് അൺനോൺ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ഡിവൈഡഡ് ബൈ 4 ഈക്വൽ സൈൻ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? ഇൻറ്റു 4 ആകും. തിരിച്ച് ഇവിടെ എന്താ 11 ഇൻറ്റു ചെയ്തിട്ടാണല്ലേ? 11 ഇൻറ്റു ചെയ്തിട്ടാണ്. സോ അത് ഈക്വൽ സൈൻ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? ഡിവൈഡഡ് ബൈ ആവും. സോ 99 × 4 divided by 11. 11 99 പോകൂല്ലേ? എത്ര ടൈംസ് പോകും? 11 × 9 അല്ലേ 99. സോ 99 നമുക്ക് 9 എഴുതാം. സോ 9 × 4 എത്ര വരും? ഈക്വൽ ടു 36. ഓക്കെ, 9 × 4 36 അല്ലേ? സോ നമുക്ക് നമ്പർ ഓഫ് വേർഡ്സ് എഴുതി. നമ്പർ ഓഫ് വേർഡ്സ് എത്ര കിട്ടി? 9 × 4 36. മനസ്സിലായോ ഈ ക്വസ്റ്റൻ എങ്ങനെ ചെയ്തത്? ഓക്കെ, ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. എന്താ ചെയ്തത്? നമ്മുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു സെന്റൻസ് നമുക്ക് തന്നായിരുന്നു. നമ്മൾ അതിനെ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതി. എങ്ങനെ എഴുതി? വി ആൻഡ് അസ് അഗെയിൻ എന്ന് പറഞ്ഞു. സോ അവരുടെ നമ്പർ 2 ടൈംസ് ആഡ് ചെയ്യുന്നുണ്ട്. സോ നമ്പർ ഓഫ് ബേർഡ്സ് പ്ലസ് നമ്പർ ഓഫ് ബേർഡ്സ് എഴുതി. അതിനുശേഷം എഴുതി വിത്ത് ഹാഫ് ഓഫ് us എന്ന് പറഞ്ഞിട്ട് അടുത്ത സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഹാഫ് എടുത്തു, ബൈ 2 ചെയ്തു. പിന്നെ എന്താ? ഹാഫ് ഓഫ് ദാറ്റ്, ഇതിന്റെ അഗെയിൻ ഹാഫ് എടുക്കാണ് പറഞ്ഞു. സോ നമ്പർ ഓഫ് ബേർഡ്സ് divided by 4 എഴുതി. ആൻഡ് 1 more എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ +1 ആഡ് ചെയ്തു. ഈക്വൽ ടു 100 എഴുതി. സോ നമ്മൾ +1നെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുത്തപ്പോൾ -1 ആയി 99 വന്നു. സോ നമ്പർ ഓഫ് ബേർഡ്സ് നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. ബാക്കിയുള്ളതൊക്കെ ആഡ് ചെയ്തു. മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് വെച്ച് ചെയ്തു. 1 + 1 2. ഇവിടെ എന്ത് വരും? 2 + 1 2/4 വരും. സോ 2 + 1 3/4. 2 + 3/4 ആയി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് 11/4 എഴുതി. 11/4 ഇവിടെ ഇൻറ്റു ഡിവൈഡഡ് ബൈ ചെയ്തിട്ടാണ്. സോ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുമ്പോൾ അത് ഇൻറ്റു ആവും. 11 ഇവിടെ ഇൻറ്റു ചെയ്തിട്ടാണ്. സോ അത് ഡിവൈഡഡ് ബൈ ആവും. സോ നമുക്ക് 9 × 4 വന്നു. 9 × 4 എത്രയാ? 36 വന്നു. മനസ്സിലായോ എല്ലാവർക്കും? എളുപ്പല്ലേ? ഓക്കെ, സോ നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഓൾമോസ്റ്റ് എല്ലാ പ്രോബ്ലംസും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി 2 ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അത് നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരാം കേട്ടോ. അപ്പൊ എല്ലാവരും നമ്മൾ ഈ പഠിച്ച മോഡലൊക്കെ വെച്ച് ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്തോ? ഈ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 37 കിടക്കുന്നുണ്ട്. ഓക്കെ,
സോ നമ്മൾ ആ സെക്ഷനിലെ പ്രോബ്ലംസ് എല്ലാം തന്നെ ഇവിടെ ഡിസ്കസ് ചെയ്ത് അതിൽ 2 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഹോംവർക്ക് ആയിട്ട് തന്നിരിക്കുന്നത്. സോ അതെല്ലാവരും അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ചെയ്തിട്ട് വരാം. ഓക്കെ, സോ നമ്മൾ ഇന്ന് എന്തൊക്കെയാ പഠിച്ചത് ഒന്ന് പറഞ്ഞേ. എന്തൊക്കെയായിരുന്നു? മെത്തേഡ് ഓഫ് ഇൻവേർഷന്റെ വേറെ ടൈപ്പ് പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്തത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അഡീഷൻ ഇൻവേഴ്സ് ഓപ്പറേഷൻ ഏതായിരുന്നു? സബ്ട്രാക്ഷൻ. ഓക്കെ, അതായത് ഈക്വൽ സൈൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുമ്പോൾ അഡീഷൻ ഉള്ളത് എന്താവും? സബ്ട്രാക്ഷൻ ആയിട്ട് മാറും. അതുപോലെ മൾട്ടിപ്ലിക്കേഷന്റെയോ ഏതാ വരാ? ഡിവിഷൻ വരും അല്ലേ? ഓക്കെ, അപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഓക്കെ, സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.